ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ ഈന്തപ്പഴം കൊണ്ടുള്ള ഈന്തപ്പഴ അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ ഈന്തപ്പഴം കഴുകി കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ വാളൻപുളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ശർക്കരയും കൂടി വേണേ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ശേഷം നമ്മളൊരു പാൻ ചൂടാവാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുക. അത് ചൂടായിട്ട് വരുമ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കടുക് അതിലേക്ക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുക. ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു കളറൊന്ന് മാറിയിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇത് പെട്ടെന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് ബ്രൗൺ കളറായി വരും. അപ്പോൾ ഒന്ന് ബ്രൗൺ ആയി വരാൻ തുടങ്ങുമ്പോൾ കറിവേപ്പിലയും കൂടി ഇടുക. കറിവേപ്പില ആദ്യം തന്നെ ഇടുമ്പോൾ അത് അങ്ങോട്ട് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാം പാകമായി വന്നിട്ടുണ്ട്. ശേഷം ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു, കായപ്പൊടി. ഇത്രയും പൊടികളാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഇത്രയും പൊടികൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്ത് കാര്യങ്ങളും പൊടികളൊക്കെ നമ്മൾ എന്തോരം ഈന്തപ്പഴമാണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടികളും എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് ഈ ചെറു തീയിലൊന്ന് കിടന്ന് ഈ ഈന്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഈന്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല രീതിക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നേരം നമ്മളങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം നമ്മുടെ ഈ ഈന്തപ്പഴം. അപ്പോഴാണ് അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏകദേശം പാകമായി വന്നിട്ടുണ്ട് നമ്മുടെ ഈന്തപ്പഴം. നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പുളി ആദ്യം കണ്ടിരുന്നല്ലോ, വാളൻ പുളി. അത് നമ്മൾ ചെറു ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. വാളൻ പുളിയുടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ശേഷം കണ്ടില്ലേ, വാളൻപുളി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നല്ല രീതിക്കൊന്ന് തിളയ്ക്കുക. അപ്പോൾ ആ പുളി വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ഈന്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്തൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ പുളിവെള്ളം ഒരു 2-3 മിനിറ്റ് നല്ല രീതിക്കൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് നമ്മൾ സമയം കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഈന്തപ്പഴമൊക്കെ നല്ല പാകമായിട്ട് വരും. പിന്നെ നമ്മൾ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ശർക്കരയും കൂടി ഒന്ന് പാനിയാക്കി എടുക്കണം കേട്ടോ. പാനിയാക്കി ഒന്ന് അരിച്ചെടുക്കുക. ശേഷം ഈ പുളി വെള്ളം ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നത് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈന്തപ്പഴ അച്ചാറിൽ എരിവും പുളിയും മധുരവും ഉപ്പും ഒക്കെ സമാസമായിട്ട് നിന്നാൽ മാത്രമാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒന്നും കൂടാനും പാടില്ല, കുറയാനും പാടില്ല, എല്ലാം ഈക്വലായിട്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. ആദ്യമേലെ ഇത്രയും നേരം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇതിരുന്ന് കുറുകണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി ഉണ്ട്, എന്നിരുന്നാൽ കൂടിയും വിനാഗിരി ചേർക്കുമ്പോൾ കുറച്ച് ദിവസം ഇരുന്നോളും, ചീത്തയൊന്നും ആവാതെ. നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ വിനാഗിരി ചേർക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം അങ്ങ് ഇരുന്നോളൂ. ഇപ്പോൾ നല്ലതായിട്ട് കുറുകി നമ്മുടെ ഈന്തപ്പഴ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈന്തപ്പഴ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അതുമാത്രമല്ല ചുമ്മാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.